ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് എന്തായിരിക്കും? IRGC ആയാലും ഇറാന്റെ ദേശീയ സൈന്യമായാലും ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് എന്തിനായിരിക്കും? അവരുടെ ന്യൂക്ലിയർ ശേഖരമാണോ? അത് അവർ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന മോസ്റ്റ് ഡിഫെൻസീവ് എബൌട്ട് എന്ന് പറയാവുന്ന ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യനായിരുന്നു ഖാമനി. അയാളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാർട്ട്. അതായത് ഞങ്ങളുടെ ഹൃദയം എന്താണ് ബേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ട ആളിനെ പ്രതിരോധിക്കാൻ ആദ്യമേ കഴിയുന്നില്ല. അവിടെയാണ് പറയുന്നത് ഞങ്ങൾ ഭയങ്കര ഡീസെൻട്രലൈസ്ഡ് ഡിഫൻസ്. ഈ അർഗാച്ചിയൊക്കെ അവിടെ ഉണ്ടാവണം എന്നുള്ളത് കൂടി ചിന്തിക്കണം. അർഗാച്ചി ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു സ്മൈലിംഗ് ഫേസ് ആണ് പുള്ളി, എപ്പോഴും കാര്യങ്ങളൊക്കെ വളരെ സരളമായിട്ട് പറയും. അതുപോലെ തന്നെ പെഷസ്കിയാൻ, ഇവർ രണ്ടുപേരും എൻ്റെ അവർ അവസാനം ഇറാനിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ്. ബട്ട് ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ 50 top leaders of Iranian regime, including Ali Khomeini, killed. Regime change in Iran possible? ഇതാണ് ചോദ്യം. റെഷീം ചേഞ്ച് ആണ് ഇതുവരെ സംഭവിച്ചത്. തന്നെ റെഷീം ചേഞ്ച് തന്നെയാണ്. റെഷീം പോയി, പക്ഷെ റെഷീമിൽ പല്ല് കളിച്ച് വരുന്നോണം അവിടെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ. ഇത് തന്നെ അർഗാച്ചിയും പറയുന്നത്, അന്ന് ഞങ്ങളുടെ ടോപ്പ് ബ്രാസിനെ മുഴുവൻ നീക്കം ചെയ്തല്ലേ, പക്ഷെ ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും അടി തുടങ്ങിയില്ലേ. ഇന്നിപ്പോ നിങ്ങൾ നീക്കം ചെയ്ത് ഞങ്ങൾ അപ്പോഴേ അടി തുടങ്ങിയില്ലേ. ഇത് ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്നുള്ളത്. 40 ദിവസം ദുഃഖാചരണം തന്നെ 40 ദിവസമുണ്ട്. അപ്പം അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് ഇറാനിലെ നിലവിലുള്ള അവസ്ഥയിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ നമ്മുടെ ഇസ്ലാമോ ലെഫ്റ്റ് ടീമുകളൊക്കെ അത് ഭയങ്കര ഈ ഖാമനയെ കൊന്നതിലുള്ള കഴിഞ്ഞ 12 ദിവസം യുദ്ധത്തില് ഒരു പൊളിറ്റിക്കൽ ഇമ്പോസിബിലിറ്റി ആയിട്ടാണ് ഖാമനയുടെ ഡെത്ത് ശരിക്കും ലോകമൊക്കെ വിലയത്. ഒരിക്കലേ എല്ലാരെയും കൊല്ലാം, പക്ഷെ ഖാമനി അങ്ങനെ അത് ഭയങ്കര പ്രശ്നം. ഇസ്രായേൽ ഇത് രണ്ടും നോക്കില്ല. ഇത് തന്നെയാണ് ഹസൻ നസ്രുള്ളയെ കുറിച്ചും പറഞ്ഞിരുന്നത്. ഹസൻ നസ്രുള്ള റെഡ് ലൈനും അല്ല, അതിനേക്കാൾ വലിയ ലൈനാണ്. പക്ഷെ ഇത് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ഭയങ്കര ഷോക്കാണ് ശരിക്കും. ഇറാൻ ഒരാഴ്ച ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ അടിച്ചടിച്ചിരിക്കുമ്പോൾ അവസാനം ഒരു ഘട്ടമാകുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടും. കാരണം ഈ GCC കൺട്രീസ് ഒന്നും തിരിച്ചടിക്കാൻ സാധ്യതയില്ല. കാര്യം ദേ വിൽ ഓൺലി ബി ഡിഫെൻഡിങ്. പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ടും ഇറാനോട് നല്ല രീതിയിലുള്ള സ്നേഹം കൂടി വരികയുള്ളൂ. പിന്നെ ഒന്നാമത് ഈ സുന്നി ഷിയ ഡിവൈഡ് കിടക്കുന്നു. പിന്നെ ഇറാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇതൊന്നും ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും. ഇറാൻ ഇപ്പം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് ലോകം പ്രഷർ ഇവരുടെ മേളിൽ യുദ്ധം നിർത്താനായിട്ടുണ്ട്. ഈ ഒരു സംഗതി ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ, ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത നിലവിൽ ഐ ഡോണ്ട് സേ 50-50 കുറവാണ്. ഇത് ഏറ്റവും അവസാനം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വിയറ്റ്നാം മോഡൽ ഉള്ള ഒരു സംഗതി ഒന്നും സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കില്ല. കാരണം ഇറാനിലെ ഇന്റേണൽ ആയിട്ട് ഇറാനിലെ ഭരണകൂടത്തെ ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്റ്റാർട്ടാണ് ഈ പറയുന്ന മത വിരുദ്ധ ടീമുകൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇപ്പോഴും ആരൊക്കെയോ ബട്ടണുകൾ അമർത്തുന്നുണ്ട്, ഓർഡറുകൾ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ അവരെ ഓരോന്നോരോന്നായിട്ട് വീണ്ടും ഇവർക്ക് എവിടെങ്കിലും ഇരിക്കണമല്ലോ. ടെഹ്റാനിലെങ്ങും ബോംബിട്ടാ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഇവര് എത്ര അങ്ങ് ലോക്കലൈസ്ഡ് ആണെങ്കിലും അങ്ങ് ഈ അർഗാച്ച് പറയുന്നത് കേട്ടു ഞങ്ങളെല്ലാം പോയാലും ഇതിങ്ങനെ ബോംബുകൾ വന്ന് വീണുകൊണ്ടേയിരിക്കും അല്ലെ. സോവിയറ്റ് യൂണിയന്റെ ഒക്കെ ചില ന്യൂക്ലിയർ ഡോക്ട്രിൻ അനുസരിച്ച് എല്ലാ കമാൻഡ് സ്ട്രക്ചേഴ്സും നീക്കം ചെയ്താലും സമയം അനുസരിച്ച് ഇങ്ങനെ സാധനം സൈലോകളിൽ നിന്നൊക്കെ പൊങ്ങിപ്പോകുമെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അതേപോലെയൊക്കെ വല്ലതും ആണോ ഉദ്ദേശിക്കുന്നത്? എന്നാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. ഇന്നലത്തെ മോർണിംഗ് ഭയങ്കരമായിരുന്നു. നോക്കൂ, ഇപ്പുറത്തുള്ള ഈ സൈറ്റ് തന്നെ വീണ്ടും ഞാൻ കാണിക്കാൻ കാരണം, ഇപ്പുറത്തൊക്കെ ഉള്ള ആളുകള്, സ്ഥലങ്ങള്, ഇതെല്ലാം തന്നെ ഇത് ഇറാൻ സത്യത്തിൽ ഇസ്രായേലിനോട് നന്ദി പറയണം. ഒരു സ്ട്രക്ചർ തകർക്കുകയാണെങ്കിൽ ആ സ്ട്രക്ചർ കൃത്യമായിട്ട് തന്നെ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊളാട്രൽ ഡാമേജ് കുറവാണ്. ചുറ്റുമുള്ള ആളുകൾ, വണ്ടികൾ, ബസ്സുകൾ, റോഡുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. നമുക്കൊരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ചെന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന നേതാവിനെ തന്നെ ഫൈറ്റർ ജെറ്റ്സ് എടുത്തുകൊണ്ട് വന്ന് തലങ്ങും വിലങ്ങും ഒരു 30 ബോംബിട്ട് കൊല്ലുക എന്ന് പറയുമ്പോൾ ഇറാൻ ഈ പറയുന്ന എന്ത് ശേഷിയാണുള്ളത്? കുറെ ഡ്രോൺസും മിസൈലും വിടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതവിടെ എവിടെങ്കിലുമൊക്കെ ഒളിച്ചിരുന്ന് വിടാവുന്ന കാര്യമാണ്. ഇത് ഈ പലരും പറയുന്നത് വെനസ്വേല അല്ല ഇറാൻ എന്ന് പറഞ്ഞു. ഓക്കെ, വെനസ്വേല അല്ല ഇറാൻ.
ഇതും വെനിസ്വേലയും തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ പുള്ളിയെ പൊക്കി എടുത്തുകൊണ്ട് പോയില്ല. പക്ഷെ അതിനേക്കാൾ ഇതായിട്ട് തന്നെയാണ്, ബ്ലൈൻഡ് ചെയ്ത് തന്നെയാണ്, ജാം ചെയ്ത് തന്നെയാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ഇത് നിസ്സാര കാര്യമല്ല. കാര്യം ഇറാൻ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്ന അവരുടെ പർവ്വത പ്രദേശങ്ങളോ അതിർത്തി പ്രദേശങ്ങളോ അവരുടെ പാടശേഖരങ്ങളോ ഒന്നുമല്ല, അവരുടെ പരമോന്നത ടീമിനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫോർട്ടിഫൈഡ് ബങ്കേഴ്സിൽ പോയിരുന്നു വിളിക്കുക. ആ പരമോന്നതൻ തന്നെ അഥവാ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ തന്നെ തൊട്ട് താഴെയുള്ള ഡിഫൻസ് മിനിസ്റ്റർ, IRGC ചീഫ്, മറ്റേ ചീഫ്, മറിച്ച ചീഫ്, സ്റ്റാർ നക്ഷത്രമൊക്കെ ഉള്ള ഈ ഭാരം കൂടിയ ഉടുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ്. ഇവരെല്ലാം ഒരുമിച്ച് തീരുകയാണ്. 2 ഷിയ ടീമുകളാണ് ഇത് കണക്ക് പോയി. ഒന്ന് ഹൂത്തികളുടെ ക്യാബിനറ്റ്, 2 ഈ IRGCയുടെ കാമനിയുടെ ക്യാബിനറ്റ്. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഇത് ഭയങ്കര നാണക്കേട് തന്നെയാണ്, ഇത് ഭയങ്കര വീഴ്ച തന്നെയാണ്. ഇത് ഒരു എക്സലന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു തന്നെ പോകണം. ഒരു മിലിറ്ററി ഓപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ എക്സലന്റ് ആയിട്ടുള്ള, വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന, ചരിത്രത്തിന്റെ ഉൾത്താളുകളിലേക്ക് പോകേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഐ വുഡ് ലൈക്ക് ടു സേ. അത് ഇത് തിരിച്ച് ആണെങ്കിലും ഇങ്ങനെ തന്നെ ഞാൻ പറയും. ഈ പറയുന്ന അമേരിക്കക്കെതിരെയോ ഇസ്രയേലിനെതിരെയോ റഷ്യക്കെതിരെയോ ഇന്ത്യക്കെതിരെയോ ആണെങ്കിൽ പോലും ഇത് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. കാര്യം ദിസ് ഈസ് സിംപ്ലി എന്താ പറയാ, പാരലൽ ഇല്ലാത്ത സംഗതിയാണ്. ഇതിനകത്ത് ഈ ഒരാളിരുന്ന് വിതുമ്പുന്നതും ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇറാൻ അങ്ങ് ഭയങ്കര ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, കലിപ്പാണ്, മറ്റേതാണ്, പിണി കയറിയിരിക്കുകയാണ്, എന്തും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ, അത്രയ്ക്ക് ദുഃഖമാണ്. ആയിക്കോട്ടെ, അപ്പൊ അത്ര ദുഃഖം തന്നെ, അത്ര പെയിൻ തന്നെ ആദ്യം കൊടുത്തുകൊണ്ട് യുദ്ധം തുടങ്ങാൻ ഇസ്രായേലും അമേരിക്കയും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത് ഇസ്രായേലിന്റെ പ്ലാൻ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അമേരിക്ക അത്ര ഇൻവോൾവ് അല്ല. ഇത്